സാംസ്കാരിക സംഘടനകൾ ഈ ഏതെങ്കിലും ഫെലോഷിപ്പ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാൻ, ഏതെങ്കിലും സമിതിയിൽ കയറിയിരിക്കാൻ, ഒരു ഫാക്കൽറ്റി ആകാൻ ഒക്കെ നടക്കുന്ന സാംസ്കാരിക സാമൂഹ്യ നവോത്ഥാന നായകരെ നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. അതുപോലെ മാധ്യമങ്ങളാണ് ഇതിന് ചർച്ച തുടർന്നു കൊണ്ടുവരേണ്ടത്. എവിടെയാണ് ജനാധിപത്യം? ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് വഴി മാറുമോ? ആ ഏകാധിപത്യത്തിലേക്ക് വരുന്ന വ്യക്തികൾ അവർ നന്മ ചെയ്യുന്നവരായിരിക്കും. എല്ലാവരും തിന്മക്കാരാണ്. ഇപ്പം ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, അല്ലെങ്കിൽ സാർ ചക്രവർത്തിയെ പോലെ ഇവരെല്ലാം കുഴപ്പക്കാരാണെന്നുള്ളൊരു ചിന്തയെ എനിക്കില്ല, അല്ലെങ്കിൽ നമുക്കങ്ങനെ ചർച്ചയില്ല. പക്ഷെ എന്നാലും ജനാധിപത്യം മരിക്കുകയും ഏകാധിപത്യത്തിലേക്ക് വ്യക്തി അധിഷ്ഠിതമായ എന്തു കാര്യം വന്നാലും BJPക്ക് വന്നാൽ ഉടൻ നരേന്ദ്രമോദി, വികസനം വന്നാൽ നരേന്ദ്രമോദി, ദോഷം വന്നാൽ നരേന്ദ്രമോദി, വർഗീയ കലാപം വന്നാൽ നരേന്ദ്രമോദി, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ നരേന്ദ്രമോദി, എല്ലാം മോദി നയിക്കും എന്ന് പറയുന്നിടത്ത് എന്ത് ജനാധിപത്യം? തിരിച്ച് താഴേക്ക് വരുമ്പോൾ എല്ലാം പിണറായി നയിക്കുമെന്ന് പറയുന്നിടത്ത്, ഞാൻ സ്റ്റേറ്റിൻ്റെയും രാജ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു, തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്, വിജയ് നയിക്കും, ഇനി വിജയാണ് എന്ന് പറയുന്നിടത്തുണ്ട് ഈ അപകടം. അങ്ങനെ ഏതു നാട്ടിലെടുത്താലും ജനാധിപത്യത്തെ കൊല്ലുന്ന ഏകഛത്രാധിപതികൾ വളർന്നു വരുന്ന പുതിയ കാലമാണ് കേരളവും ഭാരതവും കാണുന്നത്. അത് ജനാധിപത്യത്തിന് അനുഗുണമല്ല. അതിൽ ചർച്ചയിൽ നിശബ്ദരായിരിക്കുന്നവരാണ് ഈ ലോകത്തെ നശിപ്പിക്കുന്നത്.